ബയോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോർമോണുകളെ കുറിച്ചാണ്. അതായത് 10th ബയോളജി ടെസ്റ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ് സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. ഈ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹോർമോണുകളും അതുപോലെ തന്നെ അവയുടെ ധർമ്മങ്ങളെക്കുറിച്ച് വിശദമായും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് അന്തഃസ്രാവി വ്യവസ്ഥ. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തഃസ്രാവി വ്യവസ്ഥ. അപ്പോൾ ഒരു അവയവ വ്യവസ്ഥ എങ്ങനെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് എന്ത് അന്തഃസ്രാവി വ്യവസ്ഥ. അന്തഃസ്രാവി ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പം അന്തഃസ്രാവി ഗ്രന്ഥികളും അതുപോലെ തന്നെ എന്ത് ഉൾപ്പെടുന്നുണ്ട്, അവ സ്രവിപ്പിക്കുന്ന ഹോർമോണുകളും ഇതിൽ ഉൾപ്പെടുന്നു. കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. ഹോർമോണുകൾ എന്ന് പറയുന്നത് രാസസന്ദേശവാഹകരാണ് എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് എന്താ, അന്തഃസ്രാവി വ്യവസ്ഥയാണ്. അപ്പം നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നത് ആരാണ്, ഈ അന്തഃസ്രാവി വ്യവസ്ഥയാണ് എന്ന് പറയുന്നു. അതുകൂടാതെ ഈ അന്തഃസ്രാവി വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, അതിൽ ഉൾപ്പെടുന്നത് അന്തഃസ്രാവി ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായിട്ടുള്ള ഹോർമോണുകളുമാണ്. കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ആര്, ഹോർമോണുകൾ. അന്തഃസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനമില്ല. എന്തില്ല, കുഴൽ സംവിധാനം ഇവയ്ക്കില്ല. അതായത് അന്തഃസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കുഴൽ സംവിധാനം ഇവർക്കില്ല എന്നാണ് പറയുന്നത്. അതിനാൽ ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നു. നാളീരഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്, നാളി എന്ന് പറയുന്നത് കുഴൽ എന്നുള്ള ഒരു മീനിങ് ആണ്. രഹിതം എന്ന് പറയുന്നത് ആബ്സെൻസിനെയാണ് കാണിക്കുന്നത്. അതായത് കുഴൽ സംവിധാനം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നാളീരഹിത ഗ്രന്ഥികൾ എന്നാണ് പറയുന്നത്. ഈ അന്തഃസ്രാവി ഗ്രന്ഥികളെ പറയുന്ന പേരാണ് നാളീരഹിത ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് പ്രത്യേകമായിട്ട് കുഴൽ സംവിധാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് രക്തത്തിലൂടെയാണ് ഈ ഹോർമോണുകൾ നമ്മളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അന്തഃസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കുഴൽ സംവിധാനമൊന്നുമില്ല. കുഴലിലൂടെയല്ല ഇവർ വരുന്നത്, മറിച്ച് എന്തിലൂടെയാണ്, രക്തത്തിലൂടെയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തിലേക്ക് ഇവരെത്തുന്നത്. രക്തത്തിലൂടെ സംവഹിക്കപ്പെടുന്ന ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിലേക്ക് രക്തത്തിൽ കലർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഹോർമോണുകൾ ശരീരത്തിലെമ്പാടും എത്തിച്ചേരുന്നുണ്ട് അല്ലേ. രക്തത്തിലൂടെയാണ് ഈ ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ. അതുകൊണ്ട് തന്നെ രക്തം നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഹോർമോണുകളും എത്തിച്ചേരുന്നുണ്ട്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഓരോ ഹോർമോണും പ്രത്യേകം ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് എന്ത്, ലക്ഷ്യകോശങ്ങൾ. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണെന്ത്, ലക്ഷ്യകോശങ്ങൾ. അപ്പം നമ്മൾ പറഞ്ഞു ഹോർമോണുകൾ ശരീരത്തിലെമ്പാടും എത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇത് എന്ന് പറയുന്നത് ഒരു രക്തക്കുഴലാണ്. ഇത് കണ്ടോ, ഒരു രക്തക്കുഴലാണ്. അതിൽ ആരുണ്ട്, ഹോർമോണുകളുണ്ട്. ഈ കാണുന്നതൊക്കെ എന്താണ്, ഈ ബ്ലൂ കളറിൽ
ഒരു സ്കൈ ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ എന്താണ്? ഹോർമോൺ തന്മാത്രകളാണ്. ആരാണ്? ഹോർമോൺ തന്മാത്രകളാണ്. അപ്പോൾ ഈ ഹോർമോണുകൾ നമ്മൾ ഓരോ കോശത്തിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? കടക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഓരോ കോശത്തിലേക്ക് രക്തം ശരീരമെമ്പാടും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരുപാട് കോശങ്ങൾ ഉണ്ടായിരിക്കും. ഈ കോശങ്ങളിലേക്ക് ഹോർമോൺ തന്മാത്രകൾ എന്ത് ചെയ്യണം? പ്രവേശിക്കും. അപ്പോൾ ഇതൊരു കോശമാണ്. കണ്ടോ, ഇവിടെ ഒരു കോശമുണ്ട്, അതുപോലെ തന്നെ ഇതും ഒരു കോശമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോശസ്തരത്തിലെ ഗ്രാഹികൾ, അതായത് ഓരോ ഹോർമോണിനും എന്തുണ്ട്? പ്രത്യേകം ഗ്രാഹികളുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇതൊരു ഹോർമോണാണ്. ഈ ഹോർമോൺ എന്തുമായിട്ടാണ് പ്രവർത്തിക്കുക? അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഗ്രാഹി ഉണ്ടായിരിക്കും, അല്ലേ? ആ ഗ്രാഹി ഇങ്ങനെയുള്ളതായിരിക്കണം, അല്ലേ? എങ്കിൽ മാത്രമാണ് ഇത് രണ്ടും കൂടി ചേർന്ന് അവർക്ക് ഒരുമിച്ച് ബൈൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾക്കറിയാം, ഇത് ഞാൻ ഇപ്പോൾ നേരത്തെ വരച്ചത് ഇങ്ങനെയാണ് ഹോർമോണിൻ്റെ ഷേപ്പ് എങ്കിൽ ഗ്രാഹിയുടെ ഷേപ്പ് എങ്ങനെയായിരിക്കണം? ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതിന് ഇതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? ബൈൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു ഹോർമോണിനെ സ്വീകരിക്കാനുള്ള ഒരു പ്രത്യേക ഗ്രാഹിയാണ് ഇത് എന്ന് പറയുന്നത്. മറിച്ച് ഈ ഒരു ഹോർമോണിനെ സ്വീകരിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ഗ്രാഹിയാണ് ഇവിടെ ഉള്ളത് എന്ന് വിചാരിക്കുക. ഈ ഹോർമോണിനെ ഇതുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ ഹോർമോണിൻ്റെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഷേപ്പല്ല ഈ ഒരു ഗ്രാഹിക്ക് ഉള്ളത്. അപ്പോൾ ഇവർക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ബൈൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യില്ല? ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കില്ല. അപ്പോൾ ഓരോ ഹോർമോണിനും എന്തുണ്ട്? പ്രത്യേകം ഗ്രാഹികളുണ്ട്. ഇവിടെ ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു ഹോർമോണിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാഹിയിൽ മാത്രമാണ് ഈ ഹോർമോൺ ബൈൻഡ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. കണ്ടോ? മറിച്ച് ഇത് വേറൊരു ഗ്രാഹിയാണ്. ഈ ഹോർമോണിൻ്റെ ഷേപ്പിനനുസരിച്ചല്ല ഈ ഗ്രാഹി ഉള്ളത്. അതുകൊണ്ട് ഈ ഗ്രാഹിയുമായിട്ട് ഈ ഹോർമോണ് ബൈൻഡ് ചെയ്തിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതൊരു ഹോർമോണിനും പ്രവർത്തിക്കണമെങ്കിൽ ഓരോ ഹോർമോണുകളും പ്രത്യേകം ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് ലക്ഷ്യകോശങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഓരോ ഹോർമോണിനും അവർക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാഹി ഉണ്ടാവണം. ഈ ഗ്രാഹി അപ്പോൾ ഓരോ ഹോർമോണിനും അനുസരിച്ചിട്ടുള്ള ഗ്രാഹിയുമായിട്ട് മാത്രമാണ്, അങ്ങനെ ഗ്രാഹി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയൂ. ഇപ്പോൾ ഒരു പേനയാണെങ്കിൽ പലതരത്തിലുള്ള പേന ഉണ്ടായിരിക്കും. അതിൽ ഓരോ പേനയ്ക്കും ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ടോപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? അടപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് മാച്ചായിട്ടുള്ള അടപ്പുള്ളതിന് മാത്രമാണ് സ്യൂട്ടായിട്ട് ആ പേന ഇരിക്കൂ, അല്ലേ? ഒരു പേന ഉണ്ടെങ്കിൽ അതിൻ്റെ അടപ്പ് പേനയുടെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള അടപ്പുണ്ടെങ്കിൽ മാത്രമാണ് അത് ബൈൻഡ് ചെയ്തിരിക്കൂ, അല്ലേ? നമുക്ക് ആ പേനയിൽ ആ അടപ്പ് കൊണ്ട് അടയ്ക്കാൻ പറ്റൂ പേന. അതുപോലെ തന്നെയാണ് ഹോർമോണുകളും. ഓരോ ഹോർമോണിനനുസരിച്ചിട്ടും പ്രത്യേകം ഗ്രാഹികളുണ്ട്. അപ്പോൾ ഓരോ ഹോർമോണിനെ സ്വീകരിക്കാൻ എന്തുണ്ട്? പ്രത്യേക ഗ്രാഹികളുണ്ട്. ഈ ഗ്രാഹികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഹോർമോൺ അതുമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ ഇതൊരു ഹോർമോണാണ്. അത് ഗ്രാഹിയായിട്ട് കൂടിച്ചേർന്നിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. അതത് ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമാണ് അതത് ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി ബന്ധിപ്പിച്ച് എന്തായി മാറുന്നു? ഹോർമോൺ ഗ്രാഹി സംയുക്ത രൂപപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ഹോർമോണ് ഗ്രാഹി അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാഹിയുമായി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഹോർമോൺ ഗ്രാഹി സംയുക്തം ഫോം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹോർമോൺ ഗ്രാഹി സംയുക്തം. ഇതാണ് ഹോർമോൺ, ഇത് ഗ്രാഹിയാണ്. അങ്ങനെ ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. എന്താണ്? ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. ഇതിനെ തുടർന്ന് കോശത്തിനകത്ത് രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാകുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു. അപ്പോൾ ഓരോ ഹോർമോണും ഗ്രാഹിയുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഹോർമോൺ ഗ്രാഹി സംയുക്ത രൂപപ്പെടുകയും
ഈ ഹോർമോൺ ഗ്രാഹികൾ കൂടിച്ചേർന്ന ഈ ഹോർമോൺ ഗ്രാഹി സംയുക്തങ്ങൾ കോശത്തിനകത്ത് രാസാഗ്നികളിലെ, അതായത് കോശത്തിനകത്ത് ഓരോ പ്രവർത്തനത്തിനും എന്ത് വേണം? രാസാഗ്നികൾ വേണം. ഈ രാസാഗ്നികളെ എന്ത് ചെയ്യുന്നു? പ്രവർത്തനക്ഷമമാക്കുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു. മനസ്സിലായോ? അതത് ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമാണ് അതത് ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി ബന്ധിച്ച് ഹോർമോൺ ഗ്രാഹി സംയുക്ത രൂപപ്പെടുന്നു. ഇതിനെ തുടർന്ന് കോശത്തിനകത്ത് രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാകുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു. ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്തുണ്ടാവുന്നത്? കോശത്തിനകത്തെ രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാകുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. ഹോർമോണും ഗ്രാഹിയും കൂടിച്ചേർന്ന് ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാവണം. അപ്പോൾ ഓരോ ഹോർമോണിനനുസരിച്ചും പ്രത്യേകം പ്രത്യേകം ഗ്രാഹികൾ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ നമ്മളുടെ അന്തഃസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിനെ കുറിച്ചാണ് നമുക്ക് ആദ്യമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. പാൻക്രിയാസ് ഗ്രന്ഥി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പാൻക്രിയാസ് എന്ന് പറയുന്നത് ആമാശയത്തിൻ്റെ, ഇതാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് ഇതാണ് എന്ത്? പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ പാൻക്രിയാസ് ആമാശയത്തിൻ്റെ തുടർച്ചയായി പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് എന്താണ്? ആമാശയത്തിൻ്റെ തുടർച്ചയായിട്ട് പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് എന്ത്? പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ചിത്രത്തിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പാൻക്രിയാസ് ഗ്രന്ഥിയാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഒരു കോശ സമൂഹമുണ്ട്. ഈ കോശ സമൂഹത്തെ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഇതാണ് പാൻക്രിയാസ് ഗ്രന്ഥി. ഈ പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ കാണിച്ച പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ആ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഒരു കൂട്ടം കോശങ്ങളുണ്ട്. കോശങ്ങളുടെ ഒരു കൂട്ടമുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ 2 ടൈപ്പ് കോശങ്ങളാണുള്ളത്. ബീറ്റ കോശങ്ങളും അതുപോലെ തന്നെ എന്തുവാണ്? ആൽഫ കോശങ്ങൾ. അപ്പോൾ ഒരു പർപ്പിൾ കളറിലാണ് ഇവിടെ ആൽഫ കോശങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഒരു ബ്ലൂ കളറിൽ, ലൈറ്റ് ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് എന്ത്? ബീറ്റ കോശങ്ങൾ. അപ്പോൾ ചിത്രം ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ഇങ്ങനെ ബീറ്റ കോശങ്ങൾ ഏതിനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെയും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെയുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഈ ഇൻസുലിൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇൻസുലിൻ്റെ പ്രവർത്തനം ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തുണ്ടായിരിക്കും? ഗ്ലൂക്കോസ് ഉണ്ട് അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഗ്ലൂക്കോസ് മാത്രമൊന്നുമല്ല ഉള്ളൂ. എന്തൊക്കെ ഉണ്ട്? പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ ഏത് കോശമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കോശമാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശമാണ് ബീറ്റ കോശങ്ങൾ. ഏത് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്. ശ്രദ്ധിക്കുക കേട്ടോ, അതൊന്ന് നന്നായി ശ്രദ്ധിക്കുക. അതായത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. കോശം ചോദിച്ചാൽ ഏതാണ്? ബീറ്റ കോശമാണ്. അപ്പോൾ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ എവിടേക്ക് പ്രവേശിപ്പിക്കുന്നു? കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതുകൂടാതെ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. നമ്മൾ കുറേ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കണം. അപ്പോൾ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ആര്? ഇൻസുലിൻ.
രണ്ടാമത്തെ നമ്മൾ ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശത്തിൻ്റെ പേരാണ് എന്താണ്? ആൽഫ കോശമാണ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഏത് ഗ്രന്ഥിയാണ്? പാൻക്രിയാസ് തന്നെയാണ്. അപ്പോൾ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അതായത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് എനർജി ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ കരളിൽ എന്തായിട്ടാണ് ഗ്ലൂക്കോസിനെ സംഭരിച്ചിട്ടുള്ളത്? അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സമയങ്ങളിൽ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. കൂടാതെ അമിനോ ആസിഡുകളിൽ നിന്ന് എന്ത് നിർമ്മിക്കുന്നു? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പോൾ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ആരാണ്? ഗ്ലൂക്കഗോൺ ആണ്. അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും എന്ന് പറയുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റാ കോശവും ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് കോശമാണ്? ആൽഫ കോശങ്ങളുമാണ്. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കരളിലും പേശികളിലും സംഭരിക്കുന്നതൊക്കെ ആരാണ്? ഇൻസുലിനാണ്. ഗ്ലൂക്കഗോൺ ആണെങ്കിൽ കരളിൽ സംഭരിച്ചു വെക്കുന്ന ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമായി വരും നമ്മളുടെ ശരീരത്തിന്. ആ സമയത്തിൽ ഇങ്ങനെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റാൻ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരാണ്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. കൂടാതെ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതും ആരാണ്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് 70 മുതൽ 110 mg/100 ml ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് 70 to 110 mg/100 ml ആണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രദ്ധിക്കുക. ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 70 മുതൽ 110 mg/100 ml ആണ് അതിൻ്റെ ഒരു സാധാരണ അളവ്. നമ്മളുടെ നോർമൽ കേസിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണ്? 70 to 110 mg/100 ml ആണ്. എന്നാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുകയാണ്. അതായത് സാധാരണ അളവാണ് 70 to 110 എന്ന് പറയുന്ന ഒരു റേഞ്ചിലായിരിക്കും സാധാരണ അളവ്. നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നോർമലാണോ അതോ ഷുഗർ കൂടുതലാണോ ഷുഗർ കുറവാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 70 മുതൽ 110ൻ്റെ ഉള്ളിലാണ് ഷുഗർ വരുന്നത് എങ്കിൽ, ഇപ്പോൾ 75 അല്ലെങ്കിൽ 100 ആണെങ്കിൽ എന്താണ്? നോർമലാണെന്ന് പറയാം. എന്നാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 110ലും കൂടുതലാണെങ്കിൽ എന്താണ്? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ കൂടുതലാണ് എന്ന് പറയുന്നു. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ എന്തിൻ്റെ ഉൽപ്പാദനം കൂടണം, എന്തിൻ്റെ ഉൽപ്പാദനം കുറയണം? നമുക്കറിയാം രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുകയാണെങ്കിൽ, നോർമലിനേക്കാളും കൂടുകയാണെങ്കിൽ, ഇപ്പോൾ രക്തത്തിൽ അധികമാണ് ഗ്ലൂക്കോസ്. ഈ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റണം? ഗ്ലൈക്കോജനാക്കി മാറ്റണം. അപ്പം അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ആരാ? ഏത് ഹോർമോണാണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിനാണ്. ആരാണ്? ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഏത് ഹോർമോണാ? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് അല്ലേ? അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യണം? കൂടണം. ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഇത് ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കുന്നു. അപ്പോൾ ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയണം? ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം കുറയണം. കാരണം എന്താണ്? രക്തത്തിൽ ഓൾറെഡി ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിരിക്കുകയാണ്. ഈ ഗ്ലൂക്കഗോണിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക എന്നതാണ്. ഓൾറെഡി നമ്മളുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയ ഈ സമയത്ത് ഇങ്ങനെ പാടുണ്ടോ? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി വീണ്ടും ഈ ഗ്ലൂക്കഗോൺ മാറ്റുകയാണെങ്കിൽ വീണ്ടും ഷുഗറിൻ്റെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മളുടെ രക്തത്തിൽ കൂടുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ഈ ഒരു ഹോർമോൺ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ കുറയണം. മനസ്സിലായോ? അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമലായിട്ട് എന്ന് പറയുന്നത് എന്താണ്? 70 മുതൽ 110 ആണ്. എന്നാൽ നോർമൽ റേഞ്ചിനേക്കാളും കൂടുകയാണ്
ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ന് വിചാരിക്കുക. അതായത് 115, 120, 130 എത്രയോ ആയിക്കോട്ടെ, അങ്ങനെ കൂടുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ നോർമൽ ലെവലിനേക്കാളും കൂടുതലാണ് നമ്മളുടെ ഗ്ലൂക്കോസിൻ്റെ അളവ്. അപ്പോൾ ഈ അധികമുള്ള ഗ്ലൂക്കോസിനെ, നോർമൽ ലെവലിനേക്കാളും കൂടുതലായിട്ടുള്ള ഈ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റണം? ഗ്ലൈക്കോജനാക്കി മാറ്റണം. അതിന് സഹായിക്കുന്നത് ആരാണ്? ഇൻസുലിനാണ്. ആ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഇവിടെ എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ ഗ്ലൂക്കോഗോണിൻ്റെ ഉൽപ്പാദനം കുറയണം. കാരണം ഗ്ലൂക്കോഗോണിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഗ്ലൈക്കോജനിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് വീണ്ടും ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും നമ്മളുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അപ്പോൾ ഈ ഗ്ലൂക്കോഗോണിൻ്റെ അളവ് കുറയ്ക്കും, ഇൻസുലിൻ്റെ അളവ് കൂട്ടണം. ഇൻസുലിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ അധികമുള്ള ഗ്ലൂക്കോസിനെ അത് ഗ്ലൈക്കോജനായി സംഭരിക്കുന്നു. ഇനി അഥവാ 70-നേക്കാളും ഈ ഒരു റേഞ്ചിൽ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത്, അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഗ്ലൂക്കോഗോണിൻ്റെ ഉൽപ്പാദനം കൂടണം, ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയണം. കാരണം എന്താ? രക്തത്തിൽ ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണ്, അല്ലെ, ഷുഗർ കുറവാണ്. സോ നമുക്ക് നോർമൽ റേഞ്ചിക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയും ഗ്ലൂക്കോസ് ആവശ്യമാണ്. നോർമൽ ലെവലിനേക്കാളും ഇപ്പോൾ കുറവാണ്, നോർമൽ ലെവലിൽ എത്താൻ നമുക്ക് കുറച്ചും കൂടിയും ഗ്ലൂക്കോസ് ആവശ്യമാണ്. അപ്പോൾ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നത് ആരാണ്? ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. അത് ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. സോ ഗ്ലൂക്കോഗോണിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഇൻസുലിൻ എന്താക്കണം? കുറയ്ക്കണം. കാരണം ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഇൻസുലിൻ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ പറഞ്ഞത് എന്താണ്? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണെങ്കിൽ എന്താണ്? ഗ്ലൂക്കോഗോണിൻ്റെ ഉൽപ്പാദനം കൂടണം. കാരണം ഇത് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുകയാണ് ഗ്ലൂക്കോഗോൺ ചെയ്യുക. കാരണം ഗ്ലൈക്കോജനിൽ നിന്ന് എന്തുണ്ടാക്കുന്നു? ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നത് ആരാണ്? ഗ്ലൂക്കോഗോൺ ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗ്ലൂക്കോഗോൺ കൂടണം. എന്നാൽ ഇൻസുലിനോ കുറയണം. കാരണം ഇൻസുലിൻ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ ഓൾറെഡി രക്തത്തിൽ ഗ്ലൂക്കോസ് കുറവാണ് ആണല്ലോ. അപ്പോൾ ഉള്ള ഗ്ലൂക്കോസിനെയും കൂടി ഇവർ ഗ്ലൈക്കോജനാക്കി മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കുറയും. അപ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യണം? കുറയണം. ഗ്ലൂക്കോഗോണിൻ്റെ ഉൽപ്പാദനം കൂടണം. ഏത് സാഹചര്യത്തിൽ? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന സാഹചര്യത്തിൽ. ഇനി നമുക്കിവിടെ പറയാനുള്ളത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഇല്ലെങ്കിൽ എന്തവസ്ഥയാണ് ഉണ്ടാവുക? ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുള്ള കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു. സാധാരണഗതിയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കാണപ്പെടില്ല. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg/100 ml എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണെന്ത്? പ്രമേഹം. വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയൊക്കെ പ്രമേഹം ഉണ്ടാവാം. ഒന്നാമത്തെ കേസ്, ബീറ്റാ കോശങ്ങൾ നശിക്കുന്നു. കാരണം എന്താ? ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിനാണ്. അപ്പം നമ്മളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ ഈ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ആരാണ്? ഇൻസുലിനാണ്. ബീറ്റാ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇൻസുലിൻ ഉൽപ്പാദനം കുറവ് സംഭവിക്കുന്നു. അപ്പം നമ്മളിൽ ഇങ്ങനെ ഗ്ലൂക്കോസ് അധികമായ ഇതിനെ ഗ്ലൈക്കോജനാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അവിടെ ഇൻസുലിൻ ഇല്ല. രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇൻസുലിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ കോശങ്ങൾക്ക് ആ ഇൻസുലിനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിലും എന്ത് സംഭവിക്കും? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അങ്ങനെ രക്തത്തിൽ ഇങ്ങനെ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ ഇത് മൂത്രത്തിലൂടെ എന്ത് ചെയ്യുന്നു? പുറത്ത് കളയുന്നു. സാധാരണഗതിയിൽ നമ്മളുടെ മൂത്രത്തിലെ കോമ്പോണൻ്റ് അല്ല ഗ്ലൂക്കോസ്. പക്ഷേ അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ രക്തം പരിശോധിക്കാൻ, ഷുഗർ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ആണ് നമ്മൾ നോക്കുന്നത്.
അങ്ങനെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ രക്തപരിശോധനയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 mg/100 ml ആണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ്, പ്രമേഹമാണ് എന്ന് പറയുന്നു. പ്രമേഹം ഉള്ള വ്യക്തികളിൽ വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെയുള്ള മൂത്രമൊഴിക്കലും ലക്ഷണങ്ങളാണ്. പിന്നെ ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുള്ള തകരാറാണ് എന്ത്, ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുള്ള തകരാറ് കൊണ്ടാണ്. ശ്വേതരക്താണുക്കളായിട്ടുള്ള ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറ് മൂലമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. കാരണം ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ബീറ്റ കോശങ്ങളെ ടി ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നത് മൂലം ബീറ്റ കോശങ്ങൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടാവുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ ചികിത്സ. കാരണം ഇൻസുലിൻ ഇല്ല, കാരണം അവിടെ എന്താ, ബീറ്റാ കോശങ്ങൾ നശിച്ചു ടൈപ്പ് 1-ൽ. ടൈപ്പ് 1 പ്രമേഹത്തിൽ ബീറ്റാ കോശങ്ങളെ ടി ലിംഫോസൈറ്റുകൾ നശിപ്പിക്കുന്നത് കാരണം അവിടെ ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ഇതിനുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത്. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ടൈപ്പ് 2 പ്രമേഹം എന്ന് പറഞ്ഞാൽ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഇൻസുലിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ ലക്ഷ്യകോശങ്ങൾക്ക് ഈ ഇൻസുലിനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാണ്. ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം പൊണ്ണത്തടിയും ജീൻ തകരാറുമാണ്. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം രോഗാവസ്ഥ നിയന്ത്രിക്കുക. അപ്പോൾ എങ്ങനെ ഈ രോഗാവസ്ഥ നിയന്ത്രിക്കുക, വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ മരുന്ന് കഴിക്കുക, അതൊക്കെ. പിന്നെ ആഹാരത്തിലുള്ള നിയന്ത്രണം, അതായത് നമ്മൾ ഡയറ്റ് നോക്കാറുണ്ട്, അതിലൂടെയൊക്കെ ടൈപ്പ് 2 പ്രമേഹം നമുക്ക് നിയന്ത്രിക്കാം. ലോകാരോഗ്യ സംഘടനയും ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്താഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. അപ്പം നവംബർ 14 എന്ത് ദിനമാണ്, ലോക പ്രമേഹ ദിനമാണ്. വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീലവൃത്തമാണ് ഇതിൻ്റെ ലോഗോ. പ്രത്യേകം ശ്രദ്ധിക്കാം, നീലവൃത്തമാണ് ഇതിൻ്റെ ലോഗോ. അപ്പം നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. ഇനി അടുത്തത് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ചോദിക്കാറുണ്ട് എക്സാമിന്. ബെനഡിക്റ്റ് ടെസ്റ്റാണ്. ബെനഡിക്റ്റ് ടെസ്റ്റ് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്റ്റ് ടെസ്റ്റ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 ml സാമ്പിള് എടുക്കുക, അതിലേക്ക് 2 ml ബെനഡിക്റ്റ് ലായനി ചേർക്കുക, 2 മിനിറ്റ് ചൂടാക്കുക, നിറം മാറ്റം ശ്രദ്ധിക്കുക. റിയേജൻ്റ് ബോട്ടിലെ ഗ്ലൂക്കോസ് സൂചകവുമായി താരതമ്യം ചെയ്ത് നിഗമനത്തിൽ എത്തുക. അപ്പോൾ ഇങ്ങനെയാണ് ബെനഡിക്റ്റ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പാൻക്രിയാസിനെ കുറിച്ചിട്ടും ഹോർമോണുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുവരെ എടുത്തത് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും. ഇനി നമുക്ക് എടുക്കാനുള്ളത് തൈറോയിഡ്, അങ്ങനെ ഒരുപാട് ഗ്രന്ഥികൾ നമുക്ക് എടുക്കാനുണ്ട്. അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ഗ്രന്ഥിയായിട്ട് നമുക്ക് കാണാം.